ഹായ് പ്രേക്ഷകരെ, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മേപ്പാടി ആനക്കാംപോയിൽ ടണൽ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന മേപ്പാടി മീനാക്ഷിയിലെ ബ്രിഡ്ജിന് സമീപമുള്ള റോഡാണ്. ആ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രസിദ്ധീകരിച്ച വീഡിയോയിൽ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാണിച്ചിരുന്നു. അതിന്റെ അടുത്ത അപ്ഡേറ്റ് ആണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ വേഗത്തിൽ 30 മീറ്റർ വീതിയിലുള്ള ഒരു റോഡ് നിർമ്മാണമാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. 8 കിലോമീറ്റർ വരുന്ന ഒരു റോഡ് നിർമ്മാണമാണ്. രണ്ടാം ഘട്ടത്തിലാണ് പാറ തുരന്നുള്ള ടണൽ നിർമ്മാണം ആരംഭിക്കുക. ഏതായാലും കൂടുതൽ യന്ത്രങ്ങൾ ഈ ഭാഗത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. മണ്ണ് മാറ്റി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇതൊരു യാർഡാണ്. ഇവിടെ ക്രഷർ യൂണിറ്റാണ് സ്ഥാപിക്കുക. മറ്റ് യന്ത്രങ്ങളും പാറകളും മറ്റ് സിമെന്റ് മിക്സിംഗ് യൂണിറ്റ് പ്ലാന്റുകളാണ് ഇവിടെ സ്ഥാപിക്കുക. അതിനുള്ള സാമഗ്രികളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഏതായാലും വളരെ വേഗത്തിൽ ജൂലൈ 30-നാണ് ഈ ടണൽ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടക്കം കുറിച്ചത്. അതിനുശേഷം മേപ്പാടിയിലും അതോടൊപ്പം തന്നെ ആനക്കാംപോയിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. മേപ്പാടി ജംഗ്ഷൻ, അതായത് മീനാക്ഷി ജംഗ്ഷനിൽ നിന്നാണ്, ബ്രിഡ്ജിൽ നിന്നാണ് ഈ റോഡ് ആരംഭിക്കുന്നത്. അതിവേഗത്തിൽ റോഡിന്റെ നിർമ്മാണം മണ്ണ് മാറ്റി വീതി കൂട്ടി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. പിന്നീട് കാണുന്ന ഈ പാറയാണ് തുരക്കേണ്ടത്. അതിന്റെ രണ്ടാം ഘട്ടത്തിലാവും ആ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ആരംഭിക്കുക. ഏതായാലും കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയാണ് ആനക്കാംപോയിൽ മേപ്പാടി കള്ളാടി തുരങ്കപാത എന്ന് പറയുന്നത്. ആ പദ്ധതി വളരെ വേഗത്തിൽ പുരോഗമിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഏവരും ഉറ്റുനോക്കുന്ന ഒരു ബൃഹത് പദ്ധതി തന്നെയാണ്. ഈ പദ്ധതി പൂർത്തീകരിച്ചാൽ എളുപ്പത്തിൽ, അതായത് മറ്റു കോഴിക്കോടുമായി ബന്ധിപ്പിക്കും